പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രാത്രിയിലും പതിവ് പോലെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം, അതെ, ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമായി മാറുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോ നിങ്ങൾ അറിയുന്നവരുടെ ജീവിതത്തിലോ കണ്ടിട്ടോ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ അനുഭവിച്ചിട്ടോ ഇല്ലാത്ത വിധത്തിലുള്ള ദൈവിക പ്രവൃത്തി, ദൈവിക അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. പ്രൈസർ ഫാമിലിക്കൊപ്പം അതേ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അവിധത്തിലുള്ളത്, അതേ വ്യത്യസ്തമായത്, പുതിയത്, ശക്തമായത് ദൈവത്തിൽ നിന്നുള്ളത് നിങ്ങൾ പ്രാപിക്കണമെന്ന് അതുകൊണ്ട് പ്രാർത്ഥിച്ച് ഒത്തിരി നേരത്തെ പ്രാർത്ഥനയെ തുടർന്ന് നിങ്ങളോട് ഓരോ പ്രഭാതങ്ങളിലും ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു. അവിധത്തിൽ സമയം വേർതിരിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ എന്നോടറിയിച്ച ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതൊരു പ്രവചന ദൂതല്ല. അതിനർത്ഥം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വിടുതൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല, അങ്ങനെയല്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായൊരു വിടുതൽ ഇന്ന് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, ആ ഓർമ്മപ്പെടുത്തലിന് പിന്നിൽ ഒരു കാര്യമുണ്ട്, ഒരു കാരണമുണ്ട്. ആ കാരണം നിങ്ങളെ കരയിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ വേദനപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഓർമ്മപ്പെടുത്തൽ നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എത്തിച്ച് ആ ഓർമ്മപ്പെടുത്തലിന് കാരണമായിരിക്കുന്ന, കരയിക്കുന്ന, വേദനിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന കാര്യത്തിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും? കരച്ചിൽ മാറി സന്തോഷത്തിൻ്റെ അനുഭവം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയും? വേദനകൾക്കും നിരാശകൾക്കും എങ്ങനെ അറുതി വരുത്തുവാൻ കഴിയും? അതേക്കുറിച്ചും നിങ്ങളോട് അറിയിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. വ്യത്യസ്തമായത്, പുതിയത്, ശക്തമായത്, ഒരിക്കൽ കൂടി ആമേൻ. അതാഗ്രഹിക്കുന്നവർ പറയുള്ള കൊണ്ട് വ്യത്യസ്തമായത് ഇന്ന് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യും. ശക്തിയേറിയതൊന്ന് ഇന്ന് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. പുതിയതൊന്ന് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, എനിക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒന്ന് ഇന്ന് പുതിയത് എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്യും. നിങ്ങളിങ്ങനെ കേട്ടിട്ടില്ലേ, നമുക്ക് നാമേ പണിവതു നാഗവും നരകവും ഒരുപോലെ, സ്വർഗവും നരകവും നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പണിയുമെന്നാണ് കവി ഭാവന. ഞാൻ ആ സ്വർഗത്തിൻ്റെ കാര്യം വിടുന്നു, പണിതെടുക്കുവാൻ കഴിയുന്നതാണ് നമ്മുടെ ടോപ്പിക്. നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി പണിയുന്ന നരകം, ആ നരകത്തിയിൽ വെന്തുരുകുന്ന കഷ്ടതയും കണ്ണുനീരും നിരാശയും അനുഭവിക്കുന്നവർ മുന്നറിയിപ്പ് അത് തന്നെയാണ്. എങ്ങനെ സ്വയം മുറിപ്പെടുത്തുന്ന, സ്വയം കഷ്ടത അനുഭവിക്കുന്ന, സ്വയം അതെ നമ്മുടെ കഷ്ടതയ്ക്ക് കാരണമായി നമ്മൾ തന്നെ മാറുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് കഴിയും. അപ്പോൾ ആ അവസ്ഥയ്ക്ക് കാരണമായി ഇന്ന് നിങ്ങളോട് അറിയിക്കുന്നത് ആഭിചാരമാണ്. എന്താണ് ആഭിചാരം? ഞാൻ അധികം പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കില്ല. നിങ്ങളുടെ തകർച്ച കാണുവാൻ, നിങ്ങളുടെ സന്തോഷത്തിനൊപ്പം സന്തോഷിക്കുവാനോ ആ സന്തോഷം അംഗീകരിക്കുവാനോ കഴിയാത്ത ഒരു കൂട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് നേരിട്ട് എതിർക്കുവാനോ നിങ്ങളുടെ സന്തോഷത്തെ തൻ്റെ ശക്തി കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ആൾബലം കൊണ്ടോ തകർത്ത് കളയാനോ കഴിയാത്തവൻ കണ്ടെത്തുന്ന, നിങ്ങളെ തകർക്കുവാൻ, തകർച്ച കാണുവാൻ കണ്ടെത്തുന്ന മറ്റൊരു മാർഗമാണ് ആഭിചാരം. എങ്ങനെ ആഭിചാരം ചെയ്യാം അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടണ്ട. സ്തോത്രം. എനിക്കറിയാം നിങ്ങൾ അങ്ങനെ പോകുന്നവരല്ല, ജസ്റ്റ് ജോക്ക്. അപ്പോൾ നോക്കിയേ, എന്താണ് ആഭിചാരത്തിലൂടെ, ആഭിചാരത്തിന് ഇരയാകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒപ്പം വന്നാട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഖ്യാപുസ്തകം 22-ാം അധ്യായം 23-ാം അധ്യായം അവിടെയൊക്കെ വ്യക്തമായ വിശദീകരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 22-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ആഭിചാരത്തെ തുടർന്ന് അല്ലെങ്കിൽ ആഭിചാരം കൊണ്ട് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തോൽപ്പിക്കുവാൻ ആരെ?
ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുവാൻ, അവരെ നേർക്ക് നേരെ നിന്ന് പരാജയപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ബാലാക്ക്, ആ മനുഷ്യൻ ഇവരെ പരാജയപ്പെടുത്തുവാൻ ഒരു ഉപായം കണ്ടെത്തുകയാണ്. ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അവരെ ശപിക്കുവാനായി ബിലയാമെന്ന പ്രവാചകനെ വില കൊടുത്ത് വാങ്ങി. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ ദൈവദാസനെ, ആ വിചാരത്തെക്കുറിച്ചല്ലല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്, ശാപത്തെക്കുറിച്ചല്ലേ. തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയും. സംഖ്യാപുസ്തകം 23:23 പറയുന്നു, ആ വിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല. ശാപത്തിന് കാരണമാകും വിധം, അവരെ ശാപത്തിന് കീഴ്പ്പെടുത്തും വിധത്തിൽ അവരെ എത്തിക്കുവാൻ വേണ്ടി ആഭിചാരം ചെയ്യുവാൻ ഒരുവനെ കൊണ്ടുവന്നു. അതാണ് ബിലയാം, ആഭിചാരകൻ, ആഭിചാരം ചെയ്യുന്നവൻ. അപ്പോൾ ആഭിചാരത്തിൻ്റെ ലക്ഷ്യമെന്താണ്? പരാജയപ്പെടുക, തോൽപ്പിക്കുക. 2, ഇവർ എത്തേണ്ട സ്ഥാനത്ത് അവരെ എത്തുവാൻ അനുവദിക്കാതിരിക്കുക. ഈ ജനം, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ, അവർക്ക് ദൈവം ഓഫർ ചെയ്ത വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് യാത്ര ചെയ്യണം. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ നമ്മുടെ യാത്ര എങ്ങോട്ടാ? കർത്താവ് നമുക്ക് ഓഫർ ചെയ്ത വാഗ്ദത്തങ്ങളിലേക്കാണ്, അല്ലേ സഹോദര? ആ അനുഗ്രഹിക്കപ്പെട്ട വരുമാന മേഖലയിലേക്ക്, അല്ലേ? ബാധ്യതകളൊന്നുമില്ലാതെ കുറച്ച് മാറ്റി വയ്ക്കുവാൻ കഴിയുന്ന, നല്ലൊരു വീട് വയ്ക്കുവാൻ കഴിയുന്ന, വസ്തു വാങ്ങാൻ പറ്റുന്ന, മക്കളെ പഠിപ്പിക്കുവാനും അവരുടെ വിവാഹം നടത്തുവാനും വാർദ്ധക്യകാലത്ത് സന്തോഷിക്കുവാനും കഴിയുന്ന, അതെ, അവിധത്തിലുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന വരുമാന മേഖലയിലേക്ക് ഇതിനോട് കർത്താവ് പറഞ്ഞതാണ്. ആ യാത്രയിലാണ് സഹോദരി, അതല്ലേ? അതിനല്ലേ ഇത്ര ദൂരം കഷ്ടപ്പെട്ടു പോയി കിടന്ന് ഭർത്താവിനെയും മക്കളെയും ഒക്കെ കാണാതെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേ. കർത്താവ് പറഞ്ഞു ചിലത് തരാം, അതിനൊത്തവണ്ണമുള്ള വഴി കർത്താവ് തുറന്നു തന്നു, അല്ലെങ്കിൽ തുറന്നു തരണം. അത് പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുന്നവരാണ്, അതല്ലേ സഹോദരി? നീ ആഗ്രഹിച്ചതുപോലെ, സ്വപ്നം കണ്ടതുപോലെ, അതെ, സ്വപ്നം കണ്ടതുപോലെ ഒരു കുടുംബജീവിതം, പ്രാർത്ഥനയോടെ അതിലേക്കുള്ള യാത്രയാണ്. കർത്താവ് പറഞ്ഞതാണ്, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം നിനക്ക് തരാം. നിൻ്റെ ഭർത്താവ്, നിൻ്റെ മക്കൾ അനുഗ്രഹമായിരിക്കും. നിൻ്റെ കുടുംബത്തെ കണ്ട് അനേകർ ഇങ്ങനെയുള്ള ഒരു കുടുംബം ഞങ്ങൾക്കും വേണമെന്ന് പറയും. അയ്യോ, നിൻ്റെ കൊതിയാത്. കർത്താവ് ഒത്തിരി തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളത്, അല്ലേ മാതാവേ? മക്കളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമാകും. ഒത്തിരി ഉപവാസ പ്രാർത്ഥനകൾ, ഒത്തിരി ദൈവദാസന്മാർ ആലോചന പറഞ്ഞിട്ടുള്ളത് അതിനോട്. നിനക്ക് പണിയുവാൻ കഴിയാത്തതിന് നിൻ്റെ മക്കൾ പണിയും. നിൻ്റെ മക്കളിലൂടെ നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. അവർക്ക് ഉയർന്ന ഭാവി കർത്താവ് ഒരുക്കും. അനുഗ്രഹിക്കപ്പെട്ട രാജ്യങ്ങളിൽ അവർ കടന്നു പോകും. അവർക്ക് മുമ്പിൽ ദൈവം വഴികളെ തുറക്കും. ദേശത്തിലെ ഉന്നതന്മാർക്കൊപ്പം അവരെ കർത്താവ് ഇരുത്തും. നീ കേട്ടതാ, അതിലേക്കുള്ള യാത്രയാ. അത് പ്രാപിച്ചെടുക്കണം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായി അനേകരിലേക്ക് കർത്താവിനെ എത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായി മാറണം. നല്ല വിദ്യാഭ്യാസം കർത്താവ് തന്ന വാഗ്ദത്തമാണ്. നല്ല മക്കൾ, നല്ല ആരോഗ്യം, സമ്പത്ത്, അനുഗ്രഹങ്ങൾ, ഇതൊക്കെ കർത്താവ് തന്ന വാഗ്ദത്തമാണ്. ഇത് കേൾക്കുമ്പോൾ പലരും പറയും, ഇതാ ഇരുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, വേദപുസ്തകം അനുഗ്രഹത്തിൻ്റെ പുസ്തകമാണ്. ആമേൻ. ശാപത്തിൻ്റെ പുസ്തകങ്ങൾ ലോകത്തിൽ ഒത്തിരി ഉണ്ട്. ശാപത്തെക്കുറിച്ച് പറയുന്നവരുമുണ്ട്. ആമേൻ. വേദപുസ്തകം ശാപത്തെയല്ല, അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നതും അനുഗ്രഹത്തെ വിളിച്ചു പറയുന്നതുമാണ്. അതുകൊണ്ട് ശാപത്തെക്കുറിച്ചല്ല എനിക്ക് പറയുവാനുള്ളത്, അനുഗ്രഹത്തെക്കുറിച്ചാണ്. അനുഗ്രഹത്തെ വിളിച്ചു വരുത്തുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും ഇന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കുന്നതും. ഈ വേദപുസ്തകത്തിൽ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ, ആ അനുഗ്രഹമൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ട്. നല്ല മക്കൾ, അവർ അപ്പനുള്ളത് സന്തോഷത്തോടെ അനുഭവിക്കുന്നവരായിരിക്കും, പാഴാക്കി കളയാതെ. അല്ലാതെ അപ്പൻ കരുതി വെച്ചിരിക്കുന്നതിനെ തട്ടിത്തെറിപ്പിച്ചിട്ട്, സ്തോത്രം, അങ്ങനെയുള്ള കൂട്ടരാകുവാൻ വേണ്ടി നമ്മൾ നിൽക്കട്ടെ. അപ്പോൾ ആ കേട്ട അനുഗ്രഹങ്ങളിലേക്കുള്ള യാത്ര ആരെ പോലെ? ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ പോലെ. അപ്പോൾ ആഭിചാരത്തിൻ്റെ ലക്ഷ്യം എന്താ? ഇവർ ലക്ഷ്യത്തിലെത്തരുത്, ഇവർ പരാജയപ്പെടണം. എങ്ങനെയെങ്കിലും പഠിപ്പിച്ച്, സ്തോത്രം, നമ്മൾ പഠിപ്പിച്ചാൽ നമുക്കറിയാം, ബാക്കി കർത്താവ് ചെയ്തോളും. നല്ല റിസൾട്ട് ഉണ്ടാകും, നല്ല സ്കോർ കിട്ടും, അല്ലേ സഹോദരി? കർത്താവ് സ്കോർ തരും. ഞാൻ കുറച്ച് പൈസയൊക്കെ മുടക്കി പരീക്ഷ എഴുതിയാൽ കർത്താവ് സ്കോർ തരും. എനിക്ക് ആ രാജ്യത്ത് ചെല്ലാൻ പറ്റും. ആ തണുപ്പുള്ള രാജ്യത്ത്, കൈ നിറയെ സമ്പാദിക്കുവാൻ കഴിയുന്ന രാജ്യത്ത്, ബാധ്യതകൾ തീർക്കുവാൻ കഴിയുന്ന രാജ്യത്ത്, സഹോദരങ്ങളുടെ കല്യാണം നടത്തുവാൻ കഴിയുന്ന രാജ്യത്ത്, കുടുംബത്തിൻ്റെ അവസ്ഥ മാറ്റുവാൻ കഴിയുന്ന രാജ്യത്ത് എൻ്റെ കർത്താവ് കൊണ്ട് ചെന്ന് എത്തിക്കും. സ്തോത്രം, അതാണ് ആഗ്രഹം. പക്ഷേ നീ അവിടെ എത്തരുത്. സ്തോത്രം, റിജക്റ്റ് ചെയ്യപ്പെടുന്നു, പരീക്ഷകൾ പരാജയപ്പെടുന്നു, ഇവിടെ നോക്കിയോ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കയറി കയറി വരുന്നു. എല്ലാം ഓക്കെയാണ്, പക്ഷേ തടസ്സം, ലക്ഷ്യത്തിലെത്തുവാൻ കഴിയുന്നില്ല, പരാജയപ്പെട്ടു പോകുന്നു. സ്തോത്രം, നിനക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിയാത്ത കാരണങ്ങളാണ് അതിന് പിന്നിലെങ്കിൽ
ഒന്നുറപ്പിച്ചോ, നിന്റെ ജയം കാണുവാൻ ആഗ്രഹിക്കാത്തവർ, നീ രക്ഷപ്പെടുന്നത് കാണുവാൻ ഇഷ്ടപ്പെടാത്തവർ ഉണ്ട്. ഒപ്പം തീർന്നില്ല, പിന്നെയും ആ വിചാരം കൊണ്ട് എന്തൊക്കെയാണ് സ്തോത്രം അവർ ആഗ്രഹിക്കുന്നത്? അവരുടെ യാത്ര തടസ്സപ്പെടണം, അവരുടെ വാഗ്ദത്തം നശിപ്പിക്കപ്പെടണം. മീൻസ് അവർ ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കരുത്. അവർ പിന്നെയും പഴയ അടിമത്വത്തിൽ തന്നെ തുടരണം. ആമേൻ. പിന്നെയും നിങ്ങൾ പഴയ ആ അടിമത്വത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞ്, ദാരിദ്ര്യം പറഞ്ഞ്, അവരുടെ സഹതാപ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന ആ നശിച്ച ജീവിതത്തിൽ നീ തുടരണമെന്ന് നിന്റെ കുടുംബം നിന്നെപ്പോലെ, നിന്റെ തലമുറകൾ നിന്നെപ്പോലെ പലരുടെ മുമ്പിൽ കൈനീട്ടണമെന്ന് സ്തോത്രം. അവരുടെ ആഗ്രഹം അതാ. നിനക്ക് ദൈവം തന്ന വാഗ്ദത്തം പോലെ, നീ കേട്ട ദൈവിക വാഗ്ദത്തങ്ങൾ പോലെ നീ പ്രാപിച്ചെടുക്കരുത്. അതാണ് സ്തോത്രം. ആമേൻ. സ്തോത്രം. ആ ആഭിചാരം നിനക്ക് ഫലിക്കത്തില്ല. ശത്രു നിനക്ക് വിരോധമായി ചെയ്തു കൂട്ടുന്ന ആഭിചാരവും ദുർമന്ത്രവാദവും നിനക്ക് ഫലിക്കത്തില്ല. ആ പരാജയം നിന്നെ ഇനി തേടി വരത്തില്ല. ആ പരാജയത്തെ ഇന്ന് നസ്രനായ യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നീ ജയിക്കും, ആ ലക്ഷ്യത്തെ പ്രാപിക്കും. ആമേൻ. അവിടെ ആ രാജ്യത്ത് ജോലി ചെയ്ത്, അവിടെ ജോലി ചെയ്ത് നീ ആഗ്രഹിക്കുന്നത് നീ പ്രാപിച്ചെടുക്കും. ആമേൻ. സ്തോത്രം. ശത്രുവും അവൻ്റെ ആഭിചാര പദ്ധതികളും ദൈവത്താൽ തകർക്കപ്പെടുകയാണ്. ആമേൻ. സ്തോത്രം. നിന്റെ തലമുറകൾക്ക് വിരോധമായി, അവരുടെ ഭാവിക്ക് വിരോധമായി, വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ചെയ്യപ്പെട്ട ആഭിചാരങ്ങൾ തകർക്കപ്പെടുകയാണ്. ആമേൻ. സ്തോത്രം. സ്തോത്രം. അപ്പോൾ ആഭിചാരം നിന്നെ ഫലിക്കത്തില്ല. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ഒരു ആഭിചാരവും ഒരു ദുർമന്ത്രവാദവും ഇന്ന് പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കത്തില്ല. നിങ്ങൾക്ക് വിരോധമായി ചെയ്തു കൂട്ടുന്നവർ ചെയ്തു കൂട്ടിയതിനെ തകർക്കുവാൻ, ആ പൈശാചിക മണ്ഡലത്തെ തകർക്കുവാൻ അഭിഷേകമുള്ളവർക്കൊപ്പം തന്നെ നിങ്ങളായിരിക്കുന്നു. അതെ, അഭിഷേകമുള്ള പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളായിരിക്കുന്നു. അതിന് നിങ്ങളെ തൊടുവാൻ കഴിയത്തേയില്ല. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇത് മറ്റുള്ളവർ ചെയ്യുന്നത് അതല്ല വിഷയം. അപ്പോൾ ആഭിചാരം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലായല്ലോ, ഏകദേശം രൂപം കിട്ടിയല്ലോ. നരക ജീവിതം, നശിച്ച ജീവിതം, സന്തോഷം പോവും, സമാധാനം പോവും, കലക്കം, തമ്മിലടി, ബഹളം, അത് തന്നെ നിൻ്റെ വീട്ടിനകത്ത് സംഭവിക്കുന്ന കാര്യം തന്നെ. അപ്പോൾ ഇത് മറ്റുള്ളവർ ചെയ്യാതെ നമ്മൾ തന്നെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിന് വിരോധമായി ചെയ്യും. അതെ, അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ, അതേക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ആഭിചാരം നമ്മൾ അറിയാതെ നമുക്ക് വിരോധമായി നമ്മൾ ചെയ്യുന്ന ആഭിചാരം, അല്ലെങ്കിൽ ആഭിചാരം കൊണ്ട് എന്തൊക്കെ കഷ്ടങ്ങൾ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുമോ അതൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ അറിയാതെ ചെയ്ത് അതിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന വേറെ ആരോ ചെയ്യുന്നു, ആരോ നമ്മൾ തന്നെ ചെയ്യുന്നു. അതേക്കുറിച്ചാണ് വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം, മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെ ഇരിക്കുന്നു. എന്താ പറഞ്ഞേ? മത്സരം സമം ആഭിചാരം. സ്തോത്രം. അപ്പോൾ ആഭിചാരം മുഖാന്തരം ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുവാൻ ആഭിചാരം തന്നെ ചെയ്യേണ്ട, പിന്നെ മത്സരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വിരോധമായി ആർക്കെങ്കിലും മത്സരിച്ച് നമ്മെ കഷ്ടത്തിലാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് വിരോധമായ ആഭിചാരങ്ങൾ ചെയ്യാൻ പറ്റും, ചെയ്യുന്നുണ്ട്. ആമേൻ. ചെയ്തുകൊണ്ട് അവിടെ നിൽക്കത്തേ ഉള്ളൂ. സ്തോത്രം. ഭാരപ്പെടേണ്ട, അവരവിടെ ഇരുന്ന് ചെയ്യത്തേ ഉള്ളൂ. എന്നാൽ മത്സരിച്ച് നമ്മളെ കഷ്ടത്തിലാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ ആർക്ക് പറ്റും? നമുക്ക് പറ്റും. അതേക്കുറിച്ചാണ്. ആരോട് മത്സരിച്ച്? ദൈവത്തോട് മത്സരിച്ച്. ആമേൻ. സ്തോത്രം. ദൈവത്തോട് മത്സരിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരു സംശയം വരും, ദേവദാസനെ എങ്ങനെയാണ് ദൈവത്തോട് മത്സരിക്കുവാൻ കഴിയുന്നത്? ഞാനങ്ങനെ മത്സരിക്കുന്ന ഒരാളല്ലല്ലോ, ഞാൻ പാവമാണ്, എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്ന് ആഗ്രഹിച്ചായിരിക്കുന്ന ഒരാളാണല്ലേ. ഇതൊക്കെയാണ് ചിന്ത വരുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് ഉണ്ടായ ചിന്ത, ഒത്തിരി നേരം ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്നെയും ചിലവഴിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് അറിയിച്ചു, എന്താണ് മത്സരം? ദൈവത്തെ അവിശ്വസിക്കുന്നതാണ് മത്സരം. സ്തോത്രം. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് സംശയം വരും, ഞങ്ങൾക്ക് വിശ്വാസമൊക്കെ ഉണ്ട്. നോക്കാം, അങ്ങനെയാണോ? അവിശ്വാസം ഒന്നുമില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കാര്യം, മറ്റൊരാളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തതായൊരു അത്ഭുതം, അതേ അത്ഭുതത്തിന് വേണ്ടി നിങ്ങൾ ഒത്തിരി തവണ പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, എങ്ങനെയൊക്കെ നിങ്ങൾ അറിഞ്ഞ രീതിയിൽ അത് പ്രാപിച്ചെടുക്കുവാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ശ്രമിച്ചു. അത് നടന്നില്ല. അപ്പോൾ അടുത്തെന്താ?
നമ്മൾ നമ്മോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഇത് നടക്കത്തില്ല. ആമേൻ. ആ കാര്യത്തിൽ അവിശ്വാസം വന്നു അല്ലേ? ഒന്നുകിൽ ഈ കാര്യം നടക്കത്തില്ല, ഈ രോഗത്തിൽ സൗഖ്യം ഉണ്ടാകത്തില്ല, ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ദൈവം തരത്തില്ല, എൻ്റെ ജീവിതത്തിൽ ദൈവം ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തത്തില്ല. ഉത്തരം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം 27-ാമത്തെ വാക്യത്തിൽ സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്നു. ഒന്നാമത്തെ കാര്യം പറഞ്ഞുതരാം. നിങ്ങളെയും നിങ്ങൾക്കൊപ്പമുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന മറ്റുള്ളവരെയും ദൈവം രണ്ട് കണ്ണുകൊണ്ട് രണ്ടായിട്ട് കാണുന്നില്ല, ദൈവം ഒരുപോലെ കാണുന്നു. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണമേ, അവരുടെ ജീവിതത്തിൽ എന്താണോ ദൈവം ചെയ്തത്, നിങ്ങൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും കാണുകയും ചെയ്തതൊന്ന് നിങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞത്, ദൈവം ചെയ്തു എന്ന് നിങ്ങൾ കണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. നിങ്ങളും അവരും തമ്മിൽ ദൈവത്തിന് യാതൊരു വ്യത്യസ്തതയുമില്ല. സകല ജഡത്തിൻ്റെയും കർത്താവാകുന്നു. 2, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ആമേൻ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ആമേൻ. ഈ കാര്യം ദൈവത്തിന് കഴിയത്തില്ല, അങ്ങനെ ഒന്നില്ല. ഏത് കാര്യവും. ആമേൻ. ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് കാര്യത്തിനും ദൈവത്തിന് പരിഹാരം തരുവാൻ കഴിയും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, സഹോദരി, നീ ഇന്നായിരിക്കുന്ന ഈ കടബാധ്യതയിൽ നിന്ന് നീ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ ആ ചിന്ത കടന്നു വരിക, ഈ പ്രശ്നത്തിൽ നിന്ന് കർത്താവിനെ പുറത്തു കൊണ്ടുവരത്തില്ല. എങ്ങനെയാണ്? അതിനൊക്കെ മറ്റുള്ളവർ വിചാരിക്കണം, മറ്റുള്ളവർ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ എന്നെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ. അല്ല, എൻ്റെ ദൈവത്തിന് കഴിയും നീ ആയിരിക്കുന്ന ബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ. അതെ, കടം കയറി ഇനി മരണം മാത്രമെന്ന് ചിന്തിച്ചായിരിക്കുന്ന അതേ സഹോദര സഹോദരി, നിന്നെ കടഭാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് കഴിയും. ആമേൻ, സ്തോത്രം. ഒത്തിരി പേർ മരിച്ചുപോയി. അതെ, നിങ്ങൾ കടന്നു പോകുന്ന രോഗാവസ്ഥയിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന രോഗാവസ്ഥയിൽ ഒത്തിരി പേർ മരിച്ചുപോയി. അതിനർത്ഥം നിങ്ങളും മരിച്ചു പോകും? അല്ല, ഈ രോഗത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അനേകരുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്തിട്ടുണ്ട്. ആമേൻ. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നിന്നെ ഇന്ന് ഇപ്പോൾ യേശു സൗഖ്യമാക്കിയ താങ്ക് ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവത്തിന് കഴിയും. മാതാവേ, പിതാവേ, നിന്റെ തലമുറകളെ അവർ പട്ടുപോകാതെ പെട്ടുപോയ സ്ഥാനത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഇനിയും നിനക്ക് പ്രതീക്ഷയും നിനക്ക് ആശ്വാസവും തണലും തണുപ്പുമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവർ അകന്നു പോയ സ്ഥാനത്ത് നിന്ന് അടുത്ത് നിന്റെ ഭവനത്തിനകത്ത് ദൂത, നിന്റെ ഭവനത്തിനകത്ത് നിന്റെ തലമുറകളെ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവത്തിന് കഴിയും നിന്റെ തലമുറകളെ മടക്കി വരുത്തുവാൻ. അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഒരുക്കി നൽകുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അവൻ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഒരുക്കി നൽകുവാൻ എൻ്റെ കർത്താവിന് കഴിയും. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അനേകരുടെ ജീവിതത്തിൽ അത് നമ്മൾ കണ്ടതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. ദൈവം സകല ജഡത്തിൻ്റെയും ദൈവമാണ്. അവിശ്വാസത്തിന് സ്ഥാനം ഇല്ല. അവിശ്വാസം മത്സരമാണ്. ദൈവത്തിന് സകല കാര്യങ്ങളും കഴിയുമെന്ന് ദൈവം പറഞ്ഞിരിക്കെ, അതൊത്തിരി പേരുടെ ജീവിതത്തിൽ ചെയ്തിരിക്കെ, ദൈവത്തിന് എല്ലാവരുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞിരിക്കെ, പിന്നെയും ഒത്തിരി പേരുടെ ജീവിതത്തിൽ അത് ചെയ്തിരിക്കെ, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യുവാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അവിശ്വാസമാണ്, അഥവാ മത്സരമാണ്. മത്സരം ആഭിചാര ദോഷം പോലെ. അർത്ഥം, നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തത്തില്ല, നിങ്ങൾ പരാജയപ്പെടും, നിങ്ങളുടെ വാഗ്ദത്തം നിറവേറത്തില്ല, നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. പകുതി വഴിയിൽ നിങ്ങൾ ഇടറിപ്പോകും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കേണ്ടി വരും. അതുകൊണ്ട് അവിശ്വാസത്തെ വിട്ടുകളയും. ആമേൻ, സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അവിശ്വാസം വന്നാൽ യാക്കോബ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? 1-ാമത്തെ അധ്യായം യാക്കോബിൻ്റെ ലേഖനം 5, 6, 7 വാക്യങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സംശയമുള്ളവൻ അവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അങ്ങനെയുള്ളവർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായിത്തീരും. അവിശ്വാസം നിന്നെ ഇരുമനസ്സുള്ളവനാക്കി തീർക്കും. ഒരു ദിവസം ദൈവത്തിലും, അത് കഴിഞ്ഞ് പുണ്യാളന്മാരിലും, അത് കഴിഞ്ഞ് വേറെ ആരിലുമൊക്കെയോ ആശ്രയിക്കുന്നവൻ ആയി മാറും. പ്രിയരെ, നിങ്ങൾ ചതിക്കപ്പെടരുത്. നിങ്ങൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുക. ദൈവം വിശ്വസ്തൻ, അവൻ വാക്ക് മാറാത്തവൻ. ആബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം 25 നീണ്ട വർഷങ്ങൾ
അബ്രഹാം മറന്നുപോകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടും മറന്നു പോകാതെ വാഗ്ദത്തം നിവർത്തിക്കായി വന്ന ദൈവം. എന്തിന്? കേട്ട വാഗ്ദത്തം കേട്ടവൻ മരിച്ചു മണ്ണടിഞ്ഞിട്ടും തലമുറകൾക്കുപുറം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം ഓർത്ത് മോശേ മോശേ എന്ന് വിളിച്ച് ഇറങ്ങി വന്ന ദൈവം, അതേ ആ ദൈവം, സർവശക്തനായ ദൈവം, അവൻ വാഗ്ദത്തം നിവർത്തിക്കും. വിശ്വസിക്കുക. നിങ്ങളോട് അവൻ പറഞ്ഞത്, നിങ്ങളുടെ തലമുറകളെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ കർത്താവ് നിവർത്തിക്കും. ആഭിചാര ദോഷം പോലെ മത്സരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾക്ക് കാരണമായി തീരും. ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തോട് മത്സരിക്കരുതേ. എൻ്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. 2, അനുസരണക്കേട്. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? അനുസരണം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ മടിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആഭിചാരം നിങ്ങൾക്ക് വിരോധമായി ഒരാൾ ചെയ്ത് എന്തൊക്കെ കഷ്ടനഷ്ടങ്ങളാണോ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, അതൊക്കെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തവരുടെ ജീവിതത്തിലും സംഭവിക്കും. അതെത്രമാത്രം ഭയാനകമാണെന്ന് അറിയണമെങ്കിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഒരിക്കൽ കൂടി പറയട്ടെ, അതെത്രത്തോളം ഭയാനകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു തുടങ്ങുക. അതെത്രത്തോളം അനുസരിക്കുന്നത് എത്രത്തോളം അനുഗ്രഹമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ കുറച്ചുകൂടെ മുൻപിലേക്ക് വന്ന് 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക. എവിടെ? ആവർത്തന പുസ്തകം 28-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്ക്. അനുഗ്രഹവും അപ്പുറത്ത് ആ കഷ്ടനഷ്ടങ്ങളും ശാപത്തിൻ്റെതായ അനുഭവവും നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ ചെയ്യരുത്. നമ്മെ നിലനിർത്തുന്നതും നമ്മെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമായിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു നെല്ലിട, അങ്ങനെ തന്നെ പറയാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. കൽപ്പനകൾ അനുസരിക്കുക. ദൈവത്തിൻ്റെ വചനം എന്ത് നമ്മോട് പറയുന്നുവോ, ദൈവത്തിൻ്റെ വചനം പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. ആവർത്തിച്ച് പറയട്ടെ, ഇരമ്യാവ് 32:27, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സ്തോത്രം. വേദപുസ്തകം വായിക്കുമ്പോൾ, കൽപ്പനകൾ കാണുമ്പോൾ, 10 കൽപ്പനകൾ മാത്രമല്ല കേട്ടോ, 632 പുറത്ത് ചട്ടങ്ങളുണ്ട്, 640 പുറത്ത് ഉപവിധികളുണ്ട്. ഇതെല്ലാം പ്രമാണിക്കുന്ന കാര്യം ഇപ്പം നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ചാൽ നമുക്ക് പേടി വരും. അയ്യോ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുമോ? നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മളെ അങ്ങനെ ആക്കിയെടുക്കുവാൻ ദൈവത്തിന് പറ്റും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മനുഷ്യനാൽ അസാധ്യം, എന്നാൽ ദൈവത്തിന് സാധ്യം. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ചാണ്. ശിഷ്യന്മാർ പറയുക, കർത്താവ് പറഞ്ഞതൊക്കെ കേട്ടിട്ട്, ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ കർത്താവ്? ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ യേശു പറയുന്നത്, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല, പക്ഷേ എനിക്ക് കഴിയും, ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന് സകലവും സാധ്യം. നിങ്ങൾ അവിധത്തിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരും പ്രാപിക്കുന്നവരുമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, വചനപ്രകാരം ജീവിക്കുവാൻ മുൻപോട്ട് ഇറങ്ങുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ കൽപ്പന പ്രകാരം അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് തരയണമേ. സ്തോത്രം. അപ്പോൾ ആ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് തന്നെ നമ്മളറിയാതെ ചെയ്ത ആഭിചാരം, അത് മുഖാന്തരമുള്ള ദുരന്ത ഫലങ്ങളിൽ നിന്ന്, കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ എങ്ങനെ പ്രാർത്ഥിക്കണം, ആരെ പോലെ പ്രാർത്ഥിക്കണം. അപ്പോൾ അവിശ്വാസമാണ് മത്സരം. ആ മത്സരത്തെ തുടർന്ന് തന്നെയാണ് കൽപ്പനാ ലംഘനവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവം ഒന്നും ചെയ്യത്തില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അടുത്തെന്താ? പിന്നെ എങ്ങനെ ജീവിച്ചാൽ എന്താ എന്നുള്ള ചിന്ത വരും. അപ്പോൾ അവിശ്വാസം, അതാണ് വിഷയം. ആ അപ്പനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഏതപ്പനെ പോലെയെന്നോ? ചന്ദ്രരോഗം ബാധിച്ച് തീയിലും വെള്ളത്തിലും മകൻ വീണ് മരിക്കുന്നത് കാണുവാൻ കഴിയാതെ ഭയന്ന് ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പരാജയപ്പെട്ടു പോയ ആ അപ്പനെ പോലെ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലുമൊക്കെ ആ പിതാവിനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. നോക്കൂ, ആ പിതാവ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ആ പിതാവ് ഈ ലോകത്തിൽ തൻ്റെ മകൻ്റെ ഒരു വിടുതൽ അന്വേഷിക്കുന്നുണ്ട്. ആദ്യത്തെ ഘട്ടം അവിടെ പരാജയപ്പെട്ടു. 2ാമത്തെ ഘട്ടം യേശുവിനൊപ്പമായിരിക്കുന്നവരിൽ വിടുതൽ അന്വേഷിക്കുന്നുണ്ട്, ശിഷ്യന്മാരിൽ. അവിടെയും ആ പിതാവ്, വാത്സല്യ പിതാവ്, പരാജയപ്പെട്ടു പോയി.
അപ്പോൾ 2 പരാജയം ആ മനുഷ്യൻ അവിശ്വാസിയാക്കി മാറ്റി. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ അവിശ്വാസം വന്നത് നിങ്ങളുടെ കുറ്റമല്ല, പരാജയമാണ്. അല്ലെങ്കിൽ കാത്തിരിപ്പേറിയത് കൊണ്ടാണ്, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് അവിശ്വാസം കടന്നു വന്നു. പക്ഷേ ആ മനുഷ്യൻ യേശുവിനോട് അവസാനം പോയിട്ട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. യേശുവേ, നിനക്ക് കഴിയുമെങ്കിൽ, ഇവർക്കൊന്നും പറ്റിയില്ല, നിനക്ക് കഴിയുമെങ്കിൽ. അപ്പോൾ യേശു തിരിച്ചു ചോദിക്കുക, എനിക്ക് കഴിയുമെന്നോ? ആമേൻ, അത് തന്നെയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32:27 അത് തന്നെയാണ്. എനിക്ക് കഴിയുമെന്നോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇത് കേട്ട ഉടനെ ആ മനുഷ്യൻ അങ്ങ് സറണ്ടറായി. എന്നെ കേൾക്കുന്ന നിങ്ങളിപ്പോൾ സറണ്ടർ ആവും. അതുപോലെ എങ്ങനെ സറണ്ടറായിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുക നോക്കിയേ 24-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ 23-ലാണ് ഞാൻ ഈ പറഞ്ഞ, യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? യേശോപ്പാ, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യേശോപ്പനെ കഴിയാത്ത ഒരു കാര്യവുമില്ല. അങ്ങേക്ക് എല്ലാം കഴിയുമപ്പാ. ഇന്ന് ഞാനായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. എനിക്ക് നല്ലൊരു ജോലി തരുവാൻ കഴിയും. എൻ്റെ കടഭാരം മാറ്റാൻ കഴിയും. എൻ്റെ മക്കളെ പഠിപ്പിക്കുവാനുള്ള വക യേശോപ്പാ അങ്ങ് എൻ്റെ കയ്യിൽ തരും. അങ്ങ് എന്നോട് ഇന്നലകളിൽ പറഞ്ഞതെല്ലാം എനിക്ക് നിവർത്തിച്ച് തരും. ഞാൻ മനോഹരമായ ഭവനം പണിയും. എനിക്കങ്ങ് വസ്തു തരും. എനിക്കങ്ങ് നല്ല വാഹനങ്ങൾ നൽകും. എനിക്ക് ദേശത്തിൽ മാന്യത നൽകും. എനിക്ക് പേര് നൽകും. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകും. എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടും. എൻ്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. യേശോപ്പാ, അവർ ജയിക്കുമപ്പാ. അങ്ങനോട് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അവർ ജയിക്കും. അവരുടെ പരാജയം അവരെ വിട്ട് മാറിപ്പോകും. അവർ ജയിക്കും. അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. അവർക്ക് നല്ല സ്കോർ കിട്ടും. അവർ ആ രാജ്യത്തെത്തും. അവർ ആ നന്മ പ്രാപിക്കും. ഞാൻ ആ സന്തോഷം അനുഭവിക്കും. പറയും, ഞാൻ എൻ്റെ മക്കളുടെ സന്തോഷം അനുഭവിക്കും. ഞാൻ എൻ്റെ മക്കളുടെ നന്മ കാണും. ഞാൻ വിശ്വസിക്കുന്നപ്പാ. എൻ്റെ രോഗം സൗഖ്യമാകും. രോഗമുഖാന്തരം ഭാരപ്പെട്ടായിരിക്കുന്നവരെ പ്രാർത്ഥിക്കും. യേശുവിനോട് പറയും, യേശോപ്പാ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ രോഗം മാറും. എൻ്റെ ഇന്നത്തെ അവസ്ഥ മാറും. ശുശ്രൂഷക പറയും, യേശുവേ, എൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ആത്മാക്കളെ നേടും. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അറിയപ്പെടും. ബിസിനസ് ചെയ്യുന്ന പ്രിയരെ പറയും, യേശുവേ, എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ബിസിനസ് മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടും. അതേ പറയും, യേശുവേ, ഞാൻ അവിശ്വസിച്ചു പോയി, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. യേശുവേ, അതൊരു കുറ്റമായി കണക്കിടരുതേ. യേശോപ്പാ, എനിക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല. എൻ്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ. എവിടെയൊക്കെയോ ഞാൻ അവിശ്വസിച്ചു പോയി. ഞാൻ എന്നിലേക്ക് നോക്കി ഞാൻ അവിശ്വസിച്ചു പോയി. ഞാൻ മനുഷ്യരുടെ മുഖം നോക്കി അവരുടെ വാക്ക് കേട്ട് അവിശ്വസിച്ചു പോയി. എന്നോട് ക്ഷമിക്കണമേ അപ്പാ. പ്രാർത്ഥിക്കും പ്രിയരെ, യേശോപ്പൻ നിങ്ങളോട് ക്ഷമിക്കും. ആമേൻ. നിങ്ങളുടെ അവിശ്വാസത്തെ യേശു സഹായിക്കും. ആ വിചാരം ദോഷം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരും. യേശുവേ, ഈ പ്രിയപ്പെട്ടവർ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ ഇവരുടെ അവിശ്വാസത്തെ അങ്ങ് ക്ഷമിക്കണമേ കർത്താവ്. ആ മത്സരത്തിൽ നിന്ന് അത് മുഖാന്തരം ഇവർ അനുഭവിക്കുന്ന ദുരന്ത ഫലങ്ങളിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ കർത്താവ്. എല്ലാ വെല്ലുവിളികളിൽ നിന്നും എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും ഇവർ പുറത്തു വരട്ടെ അപ്പ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ? വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം അപ്പ, ഞങ്ങളറിയാതെ ഞങ്ങൾക്ക് ദോഷമായി ചെയ്ത പ്രവർത്തികൾ, മത്സരം, അപ്പോൾ അനുസരണക്കേട്, അത് മുഖാന്തരം ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഇന്നത് മാറിപ്പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമേ, ഇവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി ഇവരെ മാനിക്കണമേ കർത്താവ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, അലയുന്നവർ, ആ കഷ്ടതകൾക്ക് അറുതി ഉണ്ടാകട്ടെ. നല്ല ജോലികൾ നൽകപ്പ. കൈനിറയെ സമ്പാദിക്കുവാൻ കഴിയുന്ന, വേണ്ടത് ആഗ്രഹിക്കുന്നത് പ്രാപിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കഴിയുന്ന ജോലി നൽകപ്പ. ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. തൊഴിൽ മേഖല മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പ്രതികൂലങ്ങൾ മാറട്ടെ. മനുഷ്യർ, പിശാച് അവർക്ക് വിരോധമായി ഒരുക്കുന്ന സകല പദ്ധതികളും തകർക്കപ്പെടട്ടെ അപ്പ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ അപ്പ. വിസ വരട്ടെ കർത്താവ്. സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ അപ്പ. സ്പോൺസർമാരുണ്ടാകട്ടെ അപ്പ. PR ലഭിക്കട്ടെ കർത്താവ്. പല രാജ്യങ്ങളിലും കടന്നുപോയി ടെൻഷൻ അനുഭവിക്കുന്ന, ഡിപ്രഷൻ അടിമയായിരിക്കുന്ന, പല രോഗങ്ങളിലും ബാധിക്കപ്പെട്ട് നല്ലത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തവർ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, അങ്ങ് പ്രവർത്തിക്കണം. എല്ലാ ഡിപ്രഷനും മാറിപ്പോകട്ടെ. എല്ലാ ടെൻഷനും ഭയപ്പാടും മാറിപ്പോകട്ടെ. രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശോപ്പാ, ഇപ്പോഴങ്ങ് സൗഖ്യമാക്കണമേ. അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അങ്ങ് ക്ഷമിക്കണമേ അപ്പ. അങ്ങ് ക്ഷമിച്ച് സൗഖ്യം നൽകണമേ. ഇപ്പോൾ ഇവർ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങൾ വഴിക്ക് മാറട്ടെ. രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹബന്ധങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഓ സ്തോത്രം.
അമേൻ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ. മക്കളുടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ കടഭാരങ്ങളും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. ഭവനം ജപ്തിയായി തീരുമെന്ന് ഭയന്നായിരിക്കുന്നവർ അവിശ്വാസത്തെ ക്ഷമിച്ച് സ്വർഗമങ്ങ് വഴി തുറക്കണമേ. ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവന്ന് മാനിക്കണമേ കർത്താവേ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവപ്പാ, ഇവരോട് മനസ്സലിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ. ഒപ്പം തന്നെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ലൈവായി പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. വെള്ളിയാഴ്ച 11:30 മണി മുതൽ പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ല എങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി തന്നെ ദൈവിക വിടുതലുകൾ അനുഭവിക്കുക. വരുന്ന ആഴ്ചകളിൽ സാക്ഷ്യം പറയുക. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ, കേട്ട വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ നിരാശയിലായിരിക്കുന്നവർ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും. ഒരുമിച്ച് ചേർന്ന് ആരാധിച്ച് വിടുതൽ പ്രാപിക്കുവാനും 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട്. നിങ്ങളൊരാലയത്തിൽ കടന്നു പോകാത്ത വ്യക്തിയാണെങ്കിൽ കുടുംബമായി പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകരയിൽ അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഏകദേശം ലാൻഡ്മാർക്ക് ക്ലിയർ ആയാലും അവിടെ വെച്ച് ആരാധനയുണ്ട്. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. ഷെയർ ചെയ്യുന്ന കാര്യം മറക്കണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജ് എത്തിക്കുന്ന കാര്യവും ലൈവിൻ്റെയൊക്കെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് തത്സമയം ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.